ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 3 വിശുദ്ധ തോമാ ശ്ലീഹായുടെ തിരുനാൾ. ഗലീലിയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പോസ്തല സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ഒരു ധീരപുരുഷനാണ് തോമസ് അഥവാ ദിദിമോസ്. ലാസറിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഈശോ ബഥനിയായിൽ പോയി ലാസറിനെ കാണാമെന്ന് പറഞ്ഞു. അവിടെ ജനങ്ങൾ അങ്ങയെ കല്ലെറിയാൻ തുടങ്ങിയ കാര്യം ശ്ലീഹന്മാർ അനുസ്മരിച്ചപ്പോൾ തോമാ ശ്ലീഹ പറഞ്ഞു, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം. ധീരമായ ആ വാക്കുകൾ മദ്രാസിനടുത്തുള്ള ചിന്നമലയിൽ വച്ച് നിറവേറി. യേശു തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കാൻ പോകുകയാണെന്നും താൻ പോകുന്ന വഴി ശ്ലീഹന്മാർക്ക് അറിയാമെന്നും പറഞ്ഞപ്പോൾ തോമാ ശ്ലീഹ പ്രസ്താവിച്ചു, കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയാനാണ്? ഈശോ ഉടനെ തോമാസിന് ഉത്തരം നൽകി, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. പുനരുത്ഥാനത്തിൽ സംശയിച്ച തോമാ ശ്ലീഹ അവിടത്തെ കണ്ട ശേഷം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞു തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചു. പെന്തക്കോസ്തായ്ക്കു ശേഷം പാർത്തിയ, മേദിയ, പേർഷ്യ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം 52 നവംബർ 21 മുസീരിസ് എന്ന പേരിൽ പ്രശസ്തമായിരുന്ന കൊടുങ്ങല്ലൂരിൽ വന്നു ചേർന്നു. പാലയൂർ, കൊടുങ്ങല്ലൂർ, പറവൂർ, കോക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നീ 7 സ്ഥലങ്ങളിൽ കുരിശുകൾ സ്ഥാപിച്ചു. പിന്നീട് ഇവിടം ചരിത്ര പ്രധാനമായ ദേവാലയങ്ങളായി. മലബാറിലെ പ്രവർത്തനങ്ങൾക്കു ശേഷം ശ്ലീഹ കിഴക്കേ സമുദ്രതീരത്ത് നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മഹാരാജാവിനും പുരോഹിതന്മാർക്കും ഭൃത്യന്മാർക്കും ശത്രുത ഉളവാക്കി. AD 72 മദ്രാസിലുള്ള മൈലാപ്പൂരിൽ തോമാ ശ്ലീഹ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതഭ്രാന്തൻ പുറകിലൂടെ അദ്ദേഹത്തെ കുന്തത്താൽ കുത്തിക്കൊന്നു. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമാ, വിശ്വാസം എന്ന പുണ്യത്താൽ ഞങ്ങളെയും വളർത്തിടണേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.